2019 ഒരു പോക്സോ കേസിൽ ഒരു ബാലികാ മന്ത്രി ഈ സ്വാമി ഇതാണ് സ്വാമി പോക്സോ കേസിലോ? എന്റെ മക്കളെ കേക്ക് കേരള ഹൈക്കോടതിയിൽ ആന്റിസിപ്പേറ്ററി ബെയിലിനൊക്കെ പോയപ്പോ വളരെ നിശ്ചിതമായിട്ട് ഹൈക്കോടതി അതിനകത്ത് അഭിപ്രായം പറയുകയും ചെയ്തു. പിന്നെ അത് എന്തോ രീതിയിൽ ഒത്തുതീർപ്പാക്കുവോ എന്തോ ചെയ്യായിരുന്നു രാഷ്ട്രം. അത് ശരി, സ്വാമി പോക്സോ കേസിൽ ആ സ്വാമിയാണ് ഇവിടെ വന്ന് പ്രമുഖ ആൾക്കാരുടെ ശുശ്രൂഷ നടത്തുന്നത് അല്ലേ? അയ്യോ. നമസ്കാരം. ഷാജി, വീണ്ടും തുടങ്ങാം. നമ്മൾ ഇന്ന് നമ്മുടെ സുനിൽസ്വാമി, മുതലമട സുനിൽസ്വാമി ഇല്ലേ, നിങ്ങൾക്ക് ഏവർക്കും പരിചയമാണ്. പ്രത്യേകിച്ച് ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ വിയോഗ സമയത്ത് അവിടെ കർമ്മം ചെയ്തല്ലേ? കർമ്മം ചെയ്തെന്ന് പറയുന്നു. കർമ്മം ചെയ്തെന്ന് പറയുന്നു. കാരണം ഞാൻ ഷാജി ഈ ശ്രീനിവാസന്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ വിയോഗ സമയത്ത് അദ്ദേഹം ഇന്ന് കർമ്മം ചെയ്യുന്ന സംഭവം, കർമ്മം ചെയ്തെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതിന് കാര്യങ്ങളൊന്നും അറിയില്ല. അതിന് പ്രധാന കാരണം ഹിന്ദുക്കൾക്ക് പ്രത്യേകിച്ച് ഏകീകൃതമായ ഒരു പ്രാർത്ഥന ഇല്ല മരിക്കുമ്പോൾ. ഓരോ വിഭാഗങ്ങൾക്കും ഓരോ പ്രാർത്ഥന. കാരണം നമുക്കറിയാം, നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചാക്യാന്മാര്, അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വാര്യന്മാര്, ബ്രാഹ്മിൻസ്, ഇങ്ങനെയുള്ള കുറച്ചുകൂടെ ഉന്നത കുലജാതരം നമ്മൾ പറയുന്നവരുടെ ഈ ദേഹവിയോഗം നടക്കുമ്പോൾ അവിടെ പ്രാർത്ഥനകളേ ഇല്ല, ഒരു പ്രാർത്ഥനയില്ല. അവിടെ തിരി പോലും കത്തിക്കുന്നത് എനിക്ക് തോന്നുന്നത് തേങ്ങ, ഈ നമ്മുടെ തേങ്ങ അത് കഷ്ണമാക്കിട്ടല്ലേ അങ്ങനെ വെച്ചാണ് അവിടെ ചെയ്യുന്നത്. പിന്നെയുള്ളത് നമ്മുടെ പറഞ്ഞ ഈഴവ അല്ലെ നായർ വിഭാഗത്തിൽ, അതിനകത്ത് കൂടുതലും രാമായണമാണ്. രാമായണം വായിക്കും. രാമായണം വായിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളിപ്പോ നാളെ ഉച്ചയ്ക്കാണ് നമ്മള് അടക്കുന്നതെങ്കിൽ ഇന്ന് വൈകുന്നേരം കൊണ്ടിരുന്ന മൃതശരീരമാണെങ്കിൽ വൈകിട്ട് മുഴുവൻ രാമായണം വായിക്കാറുണ്ട്. എന്നാൽ വളരെ ഷോർട്ട് ടൈമാണ്, രാവിലെ കുറച്ചു നേരം മാത്രമാണ് നമ്മുടെ വീട്ടില് ആ മൃതശരീരം ഇരിക്കുന്നതെങ്കിൽ സാധാരണഗതിയിൽ വായിക്കുന്നത് ഭാഗവതത്തിന്റെ അവസാന ഭാഗം അല്ലെ. പിന്നെ ഉള്ളത് എനിക്ക് മനസ്സിലാക്കുന്ന ഏകാദശ കണ്ഠം അല്ലെ, ഏകദശ കണ്ഠമാണ് അല്ലെ. അതിനകത്ത് ഈ പറഞ്ഞ അവസാന ഭാഗം വായിക്കത്തുള്ളൂ അല്ലെ. കാരണം ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണം, ശ്രീകൃഷ്ണ സ്വർഗാരോഹണം എന്ന് പറയുമ്പോൾ ആ വേടന്റെ അമ്പ് കൊണ്ട് ശ്രീകൃഷ്ണൻ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വർഗാരോഹണം, അങ്ങനെയുള്ള ശ്ലോകങ്ങളൊക്കെയാണ് സ്തുതിപ്പുകളാണ് അല്ലെ, സ്തുതിപ്പുകളല്ലേ, അതൊക്കെയാണ് വായിക്കുക. ശ്രീനിവാസന്റെ ദേഹവിയോഗ സമയത്ത്, അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മം ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം സുനിൽസ്വാമി വന്ന് നിൽക്കുമ്പോൾ നമ്മള് സുനിൽസ്വാമിയെ കണ്ടു കഴിഞ്ഞാൽ ഒരു സ്വാമി തന്നെയാണ്, പേഴ്സണാലിറ്റിയാണ്. ആ വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് നിൽക്കുന്ന ആലുകുന്ന ഒരു നല്ല കലയാ അല്ലെ. ഇത് ഞാന് നമ്മുടെ മനോജ് കെ ജയന്റെ പിതാവ് ജയവിജയമാൽ ജയ, അപ്പൊ അച്ഛൻ, ഞങ്ങൾ അച്ഛൻ എന്ന് വിളിക്കുന്നത്, നിങ്ങൾ ബന്ധുക്കളോ? അച്ഛനാണ്, നിങ്ങളെ ബന്ധുക്കള്. അപ്പോ ഞാൻ അവിടെ തൃപ്പൂണിത്തുറ വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ഇദ്ദേഹം വന്ന് നിൽക്കുന്നു. അപ്പൊ ഈ കർമ്മികളും പരിക്രമികളും ഒക്കെ ഇദ്ദേഹത്തിന്റെ പുറകെ കിണ്ടിയൊക്കെ നടക്കുക, പുറകെ വിളക്കൊക്കെ. അപ്പൊ അവർക്ക് പോലും അറിയില്ല ഇദ്ദേഹം എങ്ങനെയാണ് ഇവിടുത്തെ ബന്ധം, ഇദ്ദേഹത്തെ അവർ നിയോഗിച്ചതായിരിക്കാം. ഇതാരും തമ്മിൽ പരസ്പരം സംസാരിക്കുന്നില്ല. കാരണം ഒരു അങ്ങനെ പ്രത്യേകിച്ച് വേദിയല്ലല്ലോ. ഒരു മരണം നടന്ന വീട്ടില് പ്രാർത്ഥന നടക്കാൻ വരുമ്പോ നമ്മൾ ഒരിക്കലും ഞങ്ങൾക്ക് ഈ ക്രിസ്ത്യൻസിന് അങ്ങനെയുണ്ട്. ക്രിസ്ത്യൻസിന്റെ വീടുകളിൽ ഒരു ഡെഡ് ബോഡി കൊണ്ട് വെച്ച് കഴിയുമ്പോൾ പല വിഭാഗത്തിലൂടെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ പ്രാർത്ഥിക്കാറുണ്ട്, അതിനെ തടസ്സപ്പെടുത്താറുണ്ട്, അവർ ആത്മീയ പ്രസംഗം നടത്താറുണ്ട്. അപ്പൊ ഈ സ്വാമി ഈ സുനിൽസ്വാമി അവിടെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ മനോജ് കെ ജയനോട് ചോദിച്ചില്ല. മനോജിനെ ഞങ്ങൾ അനിയെന്നാണ് വിളിക്കുന്നത്, മനോജിന്റെ പേര് അനിയെന്നാണ്. ചെറുപ്പത്തില് നമ്മളെല്ലാം കോട്ടയക്കാരായിട്ട് അടുത്തറിയാം. ഇതേപറ്റി അച്ഛയായിട്ട് എനിക്കറിയാവുന്ന എന്റെ മൂത്ത സഹോദരിയെ സംഗീതം പഠിപ്പിച്ചതാണ്, കാരാപ്പുഴ സ്കൂളിൽ വർക്ക് ചെയ്ത സമയത്ത്. പിന്നെ കുടുംബപരമായി ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ആണ്. മനോജിന്റെ ബിജു കെ ജയൻ, നമ്മളെല്ലാം ഒരുമിച്ച് നടക്കുന്നവരായിപ്പോഴും. അപ്പം ഇദ്ദേഹത്തെ കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചിട്ടുണ്ട് ജയവിജയന്, ഈ അച്ഛൻ മനോജിന്റെ പിതാവിനെ, മനോജിന്റെ ബിജുവിന്റെ പിതാവിനെ അവിടെ കൊണ്ട് താമസിപ്പിക്കുമായിരുന്നു. അദ്ദേഹം ഒരു നല്ല മനുഷ്യരുടെയായിരുന്നു. അപ്പം ഈ ശ്രീനിവാസന്റെ ഈ പറഞ്ഞ ശവസംസ്കാര ശുശ്രൂഷയിൽ മാത്രമല്ല, ഈ ജയവിജയുടെ അവിടെ നടന്ന സംഭവത്തിൽ ഇദ്ദേഹം ഫുള്ള് സാന്നിധ്യം കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ അത് പറയാൻ പറ്റത്തില്ല. കാരണം അറിയാം, ഇദ്ദേഹം വലിഞ്ഞു കയറി വന്നയാളാണ്. അതായത് ഇത് പാവപ്പെട്ടവന്റെ മരണവും വലിയവന്റെ വ്യഭിചാരവും ലോകം അറിയില്ല എന്ന് പറയാറുണ്ട് ഇല്ലേ, അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. അപ്പൊ വലിയ വലിയ ആൾക്കാർ, സെലിബ്രിറ്റികൾ മരിക്കുമ്പോൾ മാത്രം പോകുന്ന സെലിബ്രിറ്റി സ്വാമിയാണ് സുനിൽസ്വാമി അല്ലേ. അപ്പൊ സുനിൽസ്വാമിയെ കുറിച്ച് ഷാജിക്ക് കുറെ കാര്യങ്ങൾ അറിയാമെന്ന് എനിക്കറിയാന്ന് പറയാൻ, പുള്ളിക്കാരന് ഈ പല്ലശ്ശന സഹകരണ ബാങ്കിലെ ഒരു ജീവനക്കാരനായിരുന്നു തുടക്കകാലത്ത്. സുനിൽസ്വാമി അതിനുശേഷം ഒരു നുള്ളു ഭസ്മം ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് കലക്കി കുടിച്ചാൽ എയ്ഡ്സ് മാറുമെന്നും പറഞ്ഞുള്ള വ്യാജ ചികിത്സയിലാണ് പുള്ളിയുടെ തുടക്കം. അത് ശരി.
അങ്ങനെ തുടങ്ങി പിന്നെ പല സെലിബ്രിറ്റികളുമായിട്ട് പരിചയപ്പെട്ടു, അവരോട് ഒത്തുള്ള ഫോട്ടോകൾ എടുത്ത് അത് പ്രചരിപ്പിച്ച് അങ്ങനെ വിവിധതരങ്ങളായ തട്ടിപ്പുകളിലേക്ക് പിന്നെ പുള്ളി ഞാൻ കടക്കായിരുന്നു. നടി ശ്രീ സെലിബ്രിറ്റികളുടെ വീട്ടിൽ വരുന്ന ഉദ്ദേശം തന്നെ ഇദ്ദേഹം ഫെയിം ആകുക, ഫെയിം ആയി കഴിയുമ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ വലിയ സ്വാമിയാണ്, ഒരു പേരെടുക്കുക, അതുവഴി ബന്ധങ്ങൾ സ്ഥാപിക്കുക, അതോടെ സാമ്പത്തിക ലാഭം സ്ഥാപിക്കുക. സാമ്പത്തിക ലാഭം മാത്രമേ ഉള്ളൂ ലക്ഷ്യം. നടി ശ്രീവിദ്യനെ ഇതുപോലെ ഭയങ്കര വാക്ചാതുര്യായിക്ക് അവരെ അവസാന കാലത്ത് വെച്ചിട്ട് അവരുടെ ഒരു ഫ്ലാറ്റും കാറും ഒക്കെ തട്ടിയെടുത്ത് സംഗീത സ്കൂൾ അവരുടെ പേര് തുടങ്ങുമെന്നും പറഞ്ഞായിരുന്നു. ശരി. അതിനെ സംബന്ധിച്ച് മലയാളത്തിന്റെ മഹാ എഴുത്തുകാരൻ ശ്രീകുമാരൻ തമ്പി പ്രതികരിക്കുകയും പുള്ളി അതിനെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തതിന് പുള്ളിയെ ഗുണ്ടകളെ വിട്ട് ഭീഷണിപ്പെടുത്തി. ആസാമിയാണ്. പിന്നെ ഇന്ത്യയിലെ എക്കാലത്തും ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ത്യയിൽ ഉണ്ട് എന്ന് സാധാ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്ത ശ്രീ TN ശേഷൻ മദ്രാസിലെ അപ്പോളോ പ്രോട്ടോൺ ക്യാൻസർ സെന്ററിന്റെ ഓപ്പോസിറ്റ് ഉള്ള വീട് അത് ഈ പുള്ളിയുടെ ആശ്രമത്തിലേക്കായി. ഈ സുനിൽസ്വാമിയുടെ അത്രയ്ക്കും കാര്യം അത്രയും പ്രഗത്ഭനും മിടുക്കനുമായ ഒരു വ്യക്തിയെ പോലും പുള്ളി സിമ്പിളായിട്ട് വീതിച്ച് അതെടുത്തു. പിന്നെ ഇവിടെ ബോംബെയിലുള്ള ഒരു വ്യവസായിയെ പറ്റിച്ച് 5.5 കോടി രൂപ. 5.5 കോടി. അതിന് ബോംബെയിൽ കേസുണ്ട്. 3 കോടി രൂപ ഈ കോയമ്പത്തൂർ ഒരു വ്യവസായി ഇവരുടെ ആശ്രമത്തിനൊരു ഗ്രാന്റ് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുണ്ട്. അത് എന്റെ പ്രാരംഭ ചെലവുകൾക്കായിട്ടാന്ന് പറയും 3 കോടി ഇൻവെസ്റ്റ് ചെയ്യും. അതാണ് അകത്ത് കിടന്നു കുറെ നാളുകൾ കിടന്നു. അങ്ങനെ തട്ടിപ്പിന്റെ ഒരു എന്നാ പറയുന്ന ആൾരൂപമാണ് ഈ സ്വാമി. ആൾദൈവങ്ങളെല്ലാം തട്ടിപ്പാ. ക്രിസ്ത്യാനികൾ കുറെ ആൾദൈവമുണ്ട്. പ്രധാന പരിപാടി ഇത് തന്നെയാ, തട്ടിക്കുക. അതിന് സ്വന്തമായിട്ട് കാശുണ്ടാക്കുക. പാണ്ടുള്ളവൻ തന്നെ വേറെ അസുഖം മാറ്റും, അവന്റെ പാട്ട് മാറ്റുകയാണ്. ഈ ക്രിസ്ത്യാനികള് അതെ അവര് അത്ഭുതങ്ങൾ കാണിക്കുന്നു. ഇവരുടെ സ്വന്തം രോഗം വന്നാൽ മൂക്കിപ്പനി നേരെ മെഡിക്കൽ കോളേജിൽ പോകുന്നവരാണ്. മറ്റുള്ളവരുടെ രോഗമെല്ലാം മാറ്റും. അതെല്ലാം അഭിനയിച്ച് വരുന്നവർ. ഈ കാശില്ലേ 2000-3000 തച്ചുകാരാ ഈ തുള്ളിയൊക്കെ വരുന്നുണ്ട്. ഇതുവരെ നേരത്തെ ഇടപാട് ചെയ്ത് വെക്കുന്ന അത് ബാക്കി കാര്യം പറഞ്ഞു. ഇപ്പൊ നമ്മുടെ കോട്ടയമായിട്ടൊരു ബന്ധമുണ്ട് സുനിൽ സ്വാമിക്ക്. നമ്മുടെ വെണ്ണിമല കോട്ടയം യൂണിയന്റെ SNDP യൂണിയന്റെ കീഴിലുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, പുതുപ്പള്ളി ജിസാറ്റ്. അറിയാം, പുതുപ്പള്ളി മുഞ്ഞാണ്ടി സാറിന്റെ മണ്ഡലം. അപ്പൊ അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോയി ഇപ്പൊ അത് അടഞ്ഞിടക്കാണ്. അപ്പൊ അത് വലിയ പ്രതിസന്ധിയിലേക്ക് നിൽക്കുന്ന സമയത്ത് ഭരണസമിതിയുടെ കഴിവുകേട് കൊണ്ടും അതിനെ നയിച്ചവരുടെ കഴിവില്ലായ്മ കൊണ്ടും ഒക്കെ ഈ സംഭവം വിറ്റുകൊടുക്കാം. ഒരു എഞ്ചിനീയറിംഗ് കോളേജ് വിറ്റുകൊടുക്കാം ഉണ്ടല്ലോ. ഈ ഇംഗ്ലണ്ടിലുള്ള ഒരു വ്യവസായിയെ കൊണ്ട് ഇത് എടുപ്പിക്കാം, വൻ തുകയ്ക്ക് എടുപ്പിക്കാം. അന്നേരം അയാളെ കമ്മീഷനിൽ കുറയ്ക്കാമെന്ന് പറഞ്ഞൊരു 50 ലക്ഷം രൂപ അന്നത്തെ ഒരു ഭാരവാഹി, പുള്ളിയുടെ പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ആ പുള്ളിയെ ഇതാക്കി എടുത്തു. അതിനകത്താണ്ട് പേര് പിന്നെ എന്തോ പ്രശ്നമായിട്ട് ഇവരുടെ ഭരണസമിതിയൊക്കെ പോയിട്ട് ഇപ്പൊ റിസീവർ പറഞ്ഞ SNDP യൂണിയൻ. അപ്പൊ അതിനിടയ്ക്ക് 25 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തു. 50 ലക്ഷം രൂപ പറ്റിച്ച് മേടിച്ചത് 25 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തു എന്ന് പറയുന്നത്. ബാക്കി 25 അല്ല, അത് ഇവർക്കും അങ്ങനെ ഉണ്ട്. ബിജു കെ ജയന് 10 ലക്ഷം രൂപ അവരോട് വാങ്ങിയിട്ട് 5 തിരിച്ചു കൊടുത്തുള്ളൂ. ബാക്കി 5 കിട്ടാണെന്നാണ് ബിജു എന്നോട് പറഞ്ഞത്. ഞാനാ ഈ സുനിൽസ്വാമി കൊടുക്കാണെന്ന് പറയുന്നു. അതും ബഹളം വെച്ച് വേറെ എന്തോ ഒരു ബെഹറിലെ എവിടെയുള്ള ഒരു ഹോട്ടൽ മുതലാളി ഇടപെട്ടിട്ടാണ് 5 ലക്ഷം രൂപ കിട്ടിയതാണ് ബിജു എന്നോട് പറഞ്ഞത്. ആണല്ലേ? അല്ല, അത് അച്ഛനെയൊക്കെ ഉണ്ടെന്ന് പറയും. അച്ഛനൊക്കെ അവസാനമായി കഴിഞ്ഞപ്പം ഈ ഇവരുടെ മധുര വാക്കുകളിൽ വീണു. പ്രായമായിട്ടിരിക്കുമ്പോഴേ മനോജും വൈഫ് ആശയൊക്കെ വളരെ, ആശയാണെങ്കിൽ സ്വന്തം പിതാവിനേക്കാൾ കാര്യമായിട്ടാണ് പുള്ളിക്കാരനെ നോക്കിക്കൊണ്ടിരുന്നത്. ഒരു ബെഡ്റൂം സെറ്റ് ചെയ്ത് ഒരു ജീവനക്കാരനെ വെച്ച് എല്ലാത്തിനും ഭക്ഷണങ്ങളും എല്ലാം കൊടുത്ത് വളരെ ഇതായിട്ടുണ്ട്. അവർക്ക് അസൗകര്യമുണ്ട്. ഇവർ യാത്ര എളുപ്പം ബിജു പോയി എന്ന് വളരെ. അത് മാത്രമല്ല, പലരും അവരോട് പറഞ്ഞിട്ടുണ്ട് ഈ സുനിൽസ്വാമിയുടെ ഈ പറഞ്ഞ മഠത്തിലേക്ക് വിടരുത്. പല പ്രമുഖരും അനുഭവമുള്ളവർ ഇവർക്ക് ഉപദേശം കൊടുത്തിട്ടുണ്ട്. അതെ. പക്ഷെ അന്നേരം അച്ഛക്ക് ഇവനെ വലിയ വിശ്വാസമായിരുന്നു. ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മള് പുള്ളി വളരെ നല്ലൊരു മനുഷ്യനാണ്. പുള്ളി എല്ലാവരും വിശ്വസിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അച്ഛക്കുണ്ട്. അതായത് ജയവിജയമാനെ കുറിച്ച് പറഞ്ഞത് കേട്ടോ. ഈ രാധീൻ സ്നേഹത്തോടെ പ്രേമത്തോടാണോ അല്ലെ? അത് ഇപ്പൊ നമ്മുടെ ഈ ഭജൻസിന്റെ ഒരു വൈറലായ പാട്ടുണ്ടല്ലേ, രാധൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ എന്ന് പറഞ്ഞ പാട്ടൊക്കെ അദ്ദേഹം നമുക്ക് സംഭാവന ചെയ്താണ്. അപ്പൊ നമ്മുടെയൊക്കെ എന്താ പറയുക, തലമുറകൾക്ക് മുമ്പ് തന്നെ ഈ അമ്പലങ്ങളിൽ ഭജന അല്ലെ, ക്ലാസിക്കൽ സംഗീതം, ഒത്തിരി പാട്ടുകൾ ജയവിജയന്മാരുടെ സംഭാവന നമ്മുടെ മലയാളത്തിലുണ്ട്. അപ്പൊ അതില് ഇപ്പൊ ഈ പൊതുജനതയ്ക്ക് വൈറലായ പാട്ടാണ് ഈ രാധൻ പ്രേമത്തോടാണോ അല്ലെ. അതിനിടയ്ക്ക് ഓർപ്പിച്ചതുള്ളൂ, സാധിക്ക് തുടരാം. അപ്പൊ ഇങ്ങനെ ഒരു തട്ടിപ്പിന്റെ ആൾരൂപമായിരുന്നു. അപ്പം
ഈ SNDP യൂണിയന്റെ പൈസ ചെറിയ തുകയാണ്. പക്ഷെ ഈ ബോംബെയിലുള്ള ഈ വ്യവസായിയെ പറ്റിച്ചത്, കോയമ്പത്തൂർ വ്യവസായിയെ പറ്റിച്ചത് പറഞ്ഞാൽ കോടികളാണ്. അപ്പൊ ഇങ്ങനെയുള്ള അതല്ല ഈ ആത്മീയതയുടെ മറവില്ല. ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സ്വാമിയാണ്, വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട്. പിന്നെ നാളെ നമുക്ക് കൊട്ടേഷൻ വരുമോ? വേറെ രസമുണ്ട്, ഇപ്പൊ മൊത്തം കൊട്ടേഷനാ, കൊട്ടേഷനാ. മൈസൂർ കൊട്ടാരത്തിലെ രാജഗുരുവാണെന്ന് പറഞ്ഞു ഇടയ്ക്കൊന്ന് അവതരിക്കാൻ നോക്കി. ആര്? ഈ സുനിൽ സ്വാമി. മൈസൂർ കൊട്ടാരത്തിൽ രാജഗുരു അത് പറയും. ഇവിടെ പേര് സുനിൽ ദാസ് എന്നാട്ടോ, സുനിൽ ദാസ് എന്നാണ് അവരുടെ പേര്. പിന്നെ നിങ്ങൾ പരിചയമുണ്ടോ? ഇല്ല, പരിചയമില്ല. ഞാനും ബിജുവായിട്ട് ഇതിനെ കുറിച്ച് വളരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എങ്ങനെയെങ്കിലും അച്ഛൻ ഇന്ന് പിന്തിരിപ്പിക്കാൻ വയ്യെന്ന് ചോദിച്ചാൽ പറഞ്ഞു എന്നാന്നറിയാമോ, അച്ഛക്ക് ഈ കൈവശം കൊടുത്തോലെ അച്ഛക്ക് അവിടെ പോണം. അത് ഞങ്ങൾ എത്ര പൊന്നുപോലും നോക്കിയിട്ട് അച്ഛക്ക് അവിടെ പോണം. ഇവനത് അതുപോലെയാണ് ഇങ്ങനെയുള്ള സെലിബ്രിറ്റികളെ അറിയപ്പെടുന്നവരൊക്കെ തന്റെ ആശ്രമത്തിലുണ്ട് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അങ്ങോട്ട് വരാനുള്ള ആകർഷണം, മാർക്കറ്റിംഗ്. ആ ജയവിജയ എന്റെ ആശ്രമത്തിലാണ് ഇടയ്ക്ക് മിക്കവാറും വന്ന് താമസിക്കുന്നത് എന്നൊക്കെ പറയുമ്പോ മറ്റുള്ളവർക്ക് അവിടെ ചെല്ലാനുള്ള ഒരു ആകർഷണം അല്ലെ? ഭയങ്കര തന്ത്രമാണ്. മലയാളിയെ പറ്റിക്കാൻ പറ്റും കേട്ടോ. ഏത് മലയാളി ഇപ്പൊ അത് മലയാളിയെ പറ്റിക്കാൻ പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണ്. അറിയാൻ വയ്യാഞ്ഞിട്ടാ ബുദ്ധിയുള്ളവന്മാർ മൊത്തം ചെന്ന് വീണ് കൊടുക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. എന്നിട്ട് എത്രയുള്ള സുനിൽസ്വാമിയുടെ വിസ? അതോ സുനിൽസ്വാമിയുടെ കാര്യങ്ങള് ഒരു വീരഗാഥ തന്നെയുണ്ട് ഇതിനകത്ത്. ജനം അറിയട്ടെ. ഇനിയിപ്പോ പുള്ളിക്കാരൻ ഇന്നും മോഹൻ നമ്മുടെ ലാലേട്ടന്റെ അമ്മ ഒരിടത്ത് ചെല്ലണ്ടാ ഏതാ ഇനി ചെന്ന പിള്ളേര് പഞ്ഞിക്കിടും. നമ്മുടെ കേരളത്തിലെ ചെറുപ്പക്കാരെ പഞ്ഞിക്കിടും ചെന്ന. കാരണം അവർക്ക് പിടി കിട്ടി. ചെറുപ്പക്കാരാണ് പിള്ളേർ, പിടിക്കൽ പിള്ളേരുണ്ട്. ലാലേട്ടന്റെ അമ്മ ഒരിക്കലും ചിലപ്പോ ചെല്ലണ്ടായിരുന്നു അല്ലേ? ചെല്ലാൻ സാധ്യത ഉണ്ടായിരുന്നു. ഇല്ല, സാധ്യത ഇത് പൊങ്ങിയില്ലായിരുന്നെങ്കിൽ പുള്ളി അറിഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങൾ. ഇതിനു വേണ്ടി വിളിക്കപ്പെട്ട മുഖ്യ കാർമ്മികനും പരിക്രമികളൊക്കെ പുറകെ നടക്കുക, ചുറ്റും വിളക്കുക. എവിടെയാ ഇവരുടെ ധാരണ ഈ സ്വാമി വലിയ എങ്ങാണെന്ന് ഒന്നാണ്. ശൂന്യാകാശത്ത് കൊണ്ട് സ്വാമിയാണ്, പ്രത്യേകം വരുത്തിയതാണ്. ശ്രീനിവാസന്റെ അദ്ദേഹത്തിന്റെ മോനെ ധ്യാനെ ചെവി ചതിച്ച് പോടാ എന്ന് പറഞ്ഞെന്നാ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ധ്യാൻ എത്രമാത്രം അതേ കുറിച്ച് അറിയാം, ഇത്രമാത്രം ആ സ്വാമി എന്ന് എനിക്കറിയില്ല. ഷാജി പറയപ്പെടട്ടോ. അല്ല, 2019 ഒരു പോക്സോ കേസിൽ ഒരു ബാലികാമന്ദിരം ഈ സ്വാമി ഇതാണ് സ്വാമി പോക്സോ കേസിലോ? എന്റെ മക്കളെ കേക്ക് കേരള ഹൈക്കോടതിയിൽ ആന്റിസിപ്പേറ്ററി ബെയിലിനൊക്കെ പോയപ്പോ വളരെ നിശ്ചിതമായിട്ട് ഹൈക്കോടതി അതിനകത്ത് അഭിപ്രായം പറയുകയും ചെയ്തു. പിന്നെ അത് എന്തോ രീതിയിൽ ഒത്തുതീർപ്പാക്കുവോ എന്തോ ചെയ്യായിരുന്നു ലാസ്റ്റ്. അത് ശരി. സ്വാമി പോക്സോ കേസിൽ ആ സ്വാമിയാണ് ഇവിടെ വന്ന് പ്രമുഖ ആൾക്കാരുടെ ശുശ്രൂഷ നടത്തുന്നത് അല്ലേ? അയ്യോ പുള്ളി എന്തൊരു നാടായത് അല്ലേ? അതെ. ഇനി പക്ഷേ സ്വാമി പോകുമെന്ന് തോന്നില്ല. അല്ല, ഇനിയിപ്പോ 20 കൊടുത്തിട്ടുണ്ട്. ആരാന്നറിയാം? നമ്മുടെ ചാനലുകാരല്ല, നമ്മുടെ സോഷ്യൽ മീഡിയ നല്ല 20 കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അറിയണം, കാരണം ഇതൊക്കെ നല്ലതാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുമ്പോഴാണ് ഓരോ വ്യക്തികളുടെ തട്ടിപ്പും വെട്ടിപ്പും പൊതുസമൂഹത്തിന് അറിയാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള തിരിച്ചറിയാൻ പറ്റും. ഇങ്ങനെയുള്ള തിരിച്ചറിയാൻ കിട്ടിയ അവസരങ്ങളാണ് ഇതൊക്കെ ദൈവം കൊണ്ട് തരുന്ന അവസരങ്ങൾ അല്ലേ? ശരിയല്ലേ? ഭാര്യ ഫൗണ്ടേഷൻ ആണ് ബോംബെയിലെ 5.5 കോടി പറ്റിച്ചിരിക്കുന്നത്. ഫൗണ്ടേഷൻ. ശരി. അങ്ങനെ വിവിധ തരങ്ങളായ തുകകളാണ് പറ്റിയിരിക്കുന്നത്, ചെറുതും വലുതുമായിട്ടുള്ളത്. നമ്മളിപ്പോ പ്രശസ്തമായത് മാത്രമേ നമുക്കറിയാവുള്ളൂ. നമുക്കറിയാം, ബാക്കി അല്ലാത്ത ഒത്തിരി കാണും, ഒരുപാട് കാണും. അത് ശരി. മഴ പെയ്യുന്ന പിന്നെ മരവും പെയ്യുമല്ലോ. അതെ. അപ്പൊ ഇങ്ങനെയാണ് സ്വാമി. ഈ സ്വാമിയാണ് എല്ലായിടത്തും പോയി വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് ഈ പറഞ്ഞ സ്തുതിപ്പുകൾ പാടുക, ഏറ്റു ചൊല്ലുക ആൾക്കാര്. ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയില്ലല്ലോ. പുള്ളി പറയുന്ന ഗീതങ്ങളൊക്കെ ഈ അടുത്ത ദിവസം ആരോ എന്നോട് ഇതേക്കുറിച്ച് പറഞ്ഞു. മരണ വീട്ടിൽ ചൊല്ലേണ്ട സ്തുതിപ്പുകളൊന്നും അല്ല ചൊല്ലുന്നത്. പക്ഷെ അവിടെ നിൽക്കുന്നവർക്ക് ഇതേക്കുറിച്ച് വലിയ, എല്ലാവർക്കും അല്ല, കുറച്ചു പേർക്ക് അറിയാത്തതുകൊണ്ട് അവർ ഏറ്റു ചൊല്ലുവാണ് അല്ലേ? അതായത് കുടുംബാംഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മരണത്തിന്റെ വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് അവര് ഒന്നും പ്രതികരിക്കാനൊന്നും പോകത്തില്ല. പക്ഷെ ധ്യാൻ പ്രതികരിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ശ്രീനിവാസനെ പോലെ ഒക്കെ ഉള്ള ഇത്രയും ചിന്തിക്കുന്ന, മലയാളത്തിൽ ഇത്രയും പ്രിയപ്പെട്ട വിവരവും ബോധമുള്ള ഒരാൾ. അദ്ദേഹം ഒരു ശരിക്കും നിരീശ്വരവാദിയാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തെ എനിക്കറിയില്ല. ഞാൻ അദ്ദേഹമായിട്ട് ഒരു ദിവസം ഏകദേശം പുള്ളി ഉണ്ടെന്നും പറയുന്നില്ല, ഇല്ലെന്നും പറയുന്നില്ല. ഇതിന്റെ ഒരു എന്നാ പറയുന്നത്, ഒരു മധ്യഭാഗത്താണ് പുള്ളിയുടെ ഇത്. വിശ്വസിക്കുന്നവർ വിശ്വസിക്കാം. ഞാൻ ശ്രീനിവാസൻ അദ്ദേഹമായിട്ട് നമ്മുടെ കൊല്ലത്ത് ഒരു റിസോർട്ടില്, അഷ്ടമുടിക്കായല്ല റിസോർട്ടുണ്ട്, റിസോർട്ട്. അത് അവിടെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. ആ പടത്തില് അതിനകത്ത് സംയുക്ത വർമ്മയൊക്കെ ഉള്ള, ജയറാം, ലാലു ലക്സുള്ളപ്പോ ഞാന് കൂട്ടുപോയത്. ലാലു ലക്സ് ഞാനിവിടെ പോയ സമയത്ത് 2-3 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ രാത്രിയിൽ ശ്രീനിവാസൻ അദ്ദേഹം റൂമിൽ വരും. ഭയങ്കര തമാശയും കാര്യമൊക്കെ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ചിന്തകളൊക്കെ നമ്മൾ ഉദ്ദേശിച്ച അപ്പുറത്തേക്ക് നല്ല ചിന്തകളുള്ള ആളാണ്. അദ്ദേഹത്തിന് എന്താ പറയാ,
ഒരു ഹൈ തിങ്കിങ് പേഴ്സൺ. അതെ അതെ മനസ്സിലായി? അത് തമാശ രൂപേണ സറ്റയർ കോമഡി ആയിട്ട് നമ്മൾ പറയും. അതെ അതെ. അപ്പൊ അദ്ദേഹത്തെ പോലെയൊക്കെയുള്ള ആൾക്കാരുടെ ഒരു എന്താ പറയുക മരണാന്തര ചടങ്ങ് എന്ന് പറയുന്നത് അല്ലെ, ശരിക്കും എന്തൊരു വേദനാജനകമായ കാര്യം അല്ലെ. ആ ചടങ്ങിലൊക്കെ വന്ന് ഇങ്ങനെയുള്ള ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ വന്ന് മന്ത്രങ്ങളും ഈ പറഞ്ഞ ഇതും സ്തുതിപ്പുകളൊക്കെ ചൊല്ലുക, മുഖ്യ കാർമ്മികരെ എല്ലാം മാറ്റിയിട്ട് ഈ ഒരു അല്ലെ ഇത് ഉടായ്പ് കാണിക്കാന്ന് പറയുന്നത് ദുഷിപ്പ് വിളമ്പുകയാണ്. ആ കുടുംബങ്ങൾ അങ്ങനെ സഹിക്കും അല്ലെ. നമ്മളാണെങ്കിൽ നമ്മുടെ പിതാവിന്റെയോ മാതാവിന്റെയോ നമ്മുടെ ബന്ധുക്കളോ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ഒരു വിയോഗ സമയത്ത് ഇത്തരത്തിലുള്ള രീതിയിലുള്ള വൃത്തികെട്ട രീതികൾ നടന്നാൽ നമുക്ക് ഒരിക്കലും അല്ലെ ആത്മാവിന് പോലും നിത്യശാന്തി ലഭിക്കത്തില്ല അല്ലേ. മാത്രമല്ല ഇന്നും കുടുംബങ്ങളുടെ മനസ്സില് നമ്മൾ വെറുതെക്കാർക്കത് കുഴപ്പമില്ല, നമുക്ക് സ്വന്തമായിട്ട് അനുഭവം വരണം അല്ലെ. അവരുടെ മനസ്സിൽ എന്നും ഒരു വേദനയായിരിക്കും അല്ലെ. അവരുടെ അച്ഛനോട് അച്ഛന്റെ ദേഹവിയോഗത്തില് ഒരു കർമ്മം ചെയ്യേണ്ട സമയത്ത് ഒരു കാപട്യമുള്ള ഒരാൾ വന്ന് കർമ്മം ചെയ്തല്ലോ എന്ന ദുഃഖം ആ തലമുറയെ അവരെ മരണം വരെ അവരിൽ വേട്ടയാടും. നല്ല സമൂഹം അവരെ തെറ്റിദ്ധരിക്കുക. ഈ തട്ടിപ്പുകാരന്റെ അവിടെ ഇവര് നേരത്തെ പോയി കാണുമെന്ന് ധരിക്കും, പക്ഷെ ഇവര് അറിയത്ത് പോലുമില്ല. അതായത് എവിടെയെങ്കിലും മരിച്ചത് ചാനലിൽ കണ്ടാൽ പ്രത്യേക VVIP ആണ്, നേരെ അങ്ങോട്ട് ചെല്ലുക, കാർമികത്തെ ഏറ്റെടുക്കുക, അറിയാൻ വയ്യാത്ത അദ്ദേഹം പഠിച്ചു വെച്ചിരിക്കുന്ന എന്തോ ചൊല്ലുക. എന്നിട്ട് വേറെ പേഴ്സണാലിറ്റി കൊണ്ട് അദ്ദേഹം വൈറ്റ് ആൻഡ് വൈറ്റ് എന്ന് കഴിഞ്ഞാൽ ഒറിജിനൽ സ്വാമി മാറി നിൽക്കും. ഒറിജിനൽ സ്വാമി മാറുന്ന ഒറിജിനൽ സ്വാമി പുള്ളിക്ക് സല്യൂട്ട് പിടിക്കും അല്ലേ. അത് കഴിവാ, അതൊരു പ്രത്യേക കഴിവാട്ടോ പറയാ, ഇതൊക്കെ ഒരു കഴിവാ. പക്ഷെ ഒരു ആത്മാവിനോട് ചെയ്ത ഏറ്റവും വലിയ പാതകമല്ലേ അല്ലേ. ശരിയല്ലേ? ശരിക്കും അത് കേസ് കൊടുക്കണ്ടല്ലേ? കേസ് കൊടുക്കണമെന്ന് മാത്രമല്ല, ഇനിയുള്ള പരിപാടികളിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതലോടെ ആയിരിക്കും. എന്റെ പൊന്ന് ആ കേൾക്കുന്ന പ്രേക്ഷകരോട് പറയാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട്, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇത്തരക്കാരെ കണ്ട 10 വെട്ടി അടിച്ചേക്കണം. ഇല്ല പിന്നെ നമ്മളൊക്കെ മനുഷ്യരുടെ ഈ ഭൂമിയിൽ എന്താ ജീവിക്കുന്നത്. അപ്പൊ അവസാനിപ്പിക്കല്ലേ. അപ്പോ വീണ്ടും അടുത്ത എപ്പിസോഡ് നമുക്ക് കാണാം. അതുവരെ നന്ദിയുണ്ടാവട്ടെ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ പുതിയ ഒരു വീഡിയോയുമായി അടുത്ത ദിവസം നമ്മൾ എത്തും. കാണാതിരിക്കരുത്. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. 2026 ജീവിതത്തില് നല്ല ഉയരങ്ങൾ താണ്ടാൻ ആപത്ത് അനർത്ഥങ്ങൾ നിങ്ങളെ രക്ഷിക്കട്ടെ അല്ലേ. നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ മാതാപിതാക്കളെയും സമൂഹത്തിന് നല്ല ഒരു വർഷമായി 2026 മാറട്ടെ. ശാന്തി സമാധാനമുള്ള ഒരു സമൂഹമായി മാറട്ടെ. നിങ്ങൾക്ക് നല്ല പ്രോസ്പെർ അഭിവൃദ്ധി ഉണ്ടാവട്ടെ. ദൈവം ഈശ്വരൻ നിങ്ങളെല്ലാം കാത്തു പരിപാലിക്കട്ടെ എന്ന് മാത്രം 2026 പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു അല്ലേ സാറി. താങ്ക് യു സോ മച്ച്.